ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നേക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ഫിഷ് പോണ്ട് നിർമ്മിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഇടയ്ക്ക് നമ്മൾ സ്വയം തന്നെ ഇത് നിർമ്മിക്കുകയായതുകൊണ്ടും അതുപോലെ തന്നെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുത്ത് ഇടാൻ സാധിച്ചില്ല. ഇപ്പോൾ ഫിഷ് പോണ്ടിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മൾ സ്വയമായിട്ട് ഇത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഗോൾഡൻ ഫിഷും കോഴിക്കാർപ്പ് മോളി പ്ലാറ്റിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോളിയും പ്ലാറ്റിയൊക്കെ തമ്മിൽ കൊത്തുന്നത് കൊണ്ട് നമ്മൾ മോളിയും പ്ലാറ്റിയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 2 മോളി മാത്രമേ കിടപ്പുള്ളൂ. പിന്നെ ഗോൾഡൻ ഫിഷും കോഴിക്കാർപ്പുമാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. വേണ്ടോ, നമ്മൾ കുറേ ഗോൾഡൻ ഫിഷിനെ കോഴിക്കാർപ്പിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മണ്ടയിലേക്ക് വരും എല്ലാം കൂടെ. ഉണ്ടോ, എല്ലാം കുറേ ഉണ്ട്. മീനെ ടാങ്കിലോട്ട് കൊണ്ടിടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഗോൾഡൻ ഫിഷാണ്, കോഴിക്കാർപ്പ് കുറവാണ്. ഗോൾഡൻ ഫിഷിനെയാണ് നമ്മൾ ഒത്തിരി വാങ്ങിച്ചത്. ഗോൾഡൻ ഫിഷ് ഏകദേശം 10-30 എണ്ണോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊണ്ടിരുന്ന വഴിക്ക് കുറേയൊക്കെ ഓക്സിജൻ്റെ ഇത് മൂലം ചത്തുപോയി. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-20 എണ്ണത്തോളം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടിട്ട പ്ലാറ്റിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളി ഫിഷിൻ്റെ മെയിലും അതുപോലെ പ്ലാറ്റി ഫിഷിൻ്റെ മെയിലും തമ്മിൽ കൊത്തി കൂടുതലും ചത്തുപോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ ഫിഷും കോഴിക്കാർപ്പും ആയതുകൊണ്ട് തന്നെ വലിയ അഗ്രഷനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ മണ്ടയെ കണ്ടില്ല, നമ്മൾ കുറേ പായലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വയം തന്നെ നിർമ്മിച്ച കുളമായതുകൊണ്ട് തന്നെ സൈഡിൽ പോയിൻ്റൊക്കെ ശകലം വ്യത്യാസമുണ്ട്. ഇതിലും വെള്ളമൊന്നും ലീക്കാകുന്നില്ല. ഒരു ക്ലിയറായിട്ടുള്ള ഇതായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പോയിൻ്റൊന്നും കറക്റ്റായില്ല. പക്ഷേ വെള്ളമൊന്നും ലീക്കാകുന്നില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. വേണ്ടോ, സൈഡ് പോയിൻ്റൊന്നും അത്ര കറക്റ്റായിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ ടാങ്ക് വെളിയിൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഏകദേശം നല്ല രീതിയിൽ വെയിലടിക്കും. പക്ഷേ ഒത്തിരി വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പായലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വെള്ളത്തിനങ്ങനെ ഉണ്ടാകുന്നതല്ല. പിന്നെ ടാങ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടിക വെച്ചാണ് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഷ് പോണ്ട് നിർമ്മിക്കാനായിട്ട് വേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ചത്തോളം വരുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫിഷ് പോണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്നത്. അതിൻ്റേതായ ഒരു പരിചയക്കുറവും അതുപോലെ തന്നെ ഇടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അപ്പോൾ 2 ആഴ്ചത്തോളം ഇതിന് സമയമെടുത്തു. അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് നിർമ്മിച്ചതിന് ശേഷം ഏകദേശം ഒരു 1.5 ആഴ്ചയോളം വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഇതിനകത്ത് വാഴയിലൊക്കെ ഇട്ടതിന് ശേഷമാണ് പുതിയ വെള്ളം ഒഴിച്ച് മീനെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മീനെ കൊണ്ടിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ 1-2 ദിവസത്തിന് ശേഷമാണ്. ഇതേപോലെ ഞാൻ ആദ്യം 2 ഗപ്പി ഇട്ട് നോക്കിയിരുന്നു. അതാണ് ഇപ്പോൾ കണ്ട ഗപ്പി. അതായത് മീൻ വല്ലതും ചത്തു പോകുന്നുണ്ടോ, വെള്ളത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ പുതിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ഗപ്പി ഇട്ട് നോക്കിയിരുന്നു. ഗപ്പിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ പുതിയ മീനെ മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോടെ അമർത്തുകയാണെങ്കിൽ നമ്മളെടുത്ത പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.